പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അത് മുതൽ എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം പാലിക്കേണ്ട ചില കർത്തവ്യങ്ങളുണ്ട്, ചില ദൗത്യങ്ങളുണ്ട്. ഒന്നാമത്തെ ദൗത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവൻ്റെ വചനം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, അത് പ്രാർത്ഥിച്ചുകൊണ്ട്, അത് ജീവിതത്തിൽ ഒരു ധ്യാന വിഷയമാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. ജീവൻ്റെ വചനം നമ്മളെ എപ്പോഴും സത്യത്തിലേക്കും സത്യവാനായ യേശുവിലേക്കും നമ്മളെ ചേർത്ത് വയ്ക്കുന്നു. ജീവൻ്റെ വചനം എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി തരുമ്പോൾ, ആ വചനം സത്യമാണെന്നും സത്യമായ ഈശോ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഓരോ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹമായി പോകുന്നു, അനുഗ്രഹമായി തീരാൻ പോകുന്നു. അതാണ് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്. ഞാൻ ഓരോ ദിവസം ജീവൻ്റെ വചനം വേദപുസ്തകം വായിക്കുമ്പോൾ ഞാനും എൻ്റെ കർത്താവായ യേശു മിശിഹായും ഒരുപാട് ചേർന്ന് നിൽക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നോയമ്പിലെ ഈ ദിവസം നമ്മൾ ഏറ്റവും അധികം ധ്യാനിക്കാൻ പോകുന്ന ചിന്ത വിഷയം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 19 വരെ തിരുവചനങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവായ യേശു മിശിഹ താൻ ജനിച്ച് വളർന്ന സ്ഥലത്തെത്തിയപ്പോൾ സാബത്ത് ദിവസം സിനഗോഗിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ ജീവൻ്റെ പുസ്തകമായ ഏശയ്യായുടെ ഗ്രന്ഥമാണ് കർത്താവായ യേശു മിശിഹായ്ക്ക് വായിക്കാൻ വേണ്ടി നൽകിയത്. അതായത് ഇവിടെ രണ്ട് കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തെ കാര്യം, സാബത്ത് ദിവസത്തിൽ കർത്താവ് പ്രാധാന്യം നൽകിയതുപോലെ ഓരോ ക്രിസ്ത്യാനി വിശ്വാസി ഞായറാഴ്ച ദിവസം അത് കടമുള്ള ദിവസമായി പ്രാധാന്യം നൽകിക്കൊണ്ട് ആ ദിവസം എല്ലാ ജോലി തിരക്കും മറ്റ് പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി പ്രാധാന്യം നൽകണം. പഴയ നിയമത്തിൽ നമുക്ക് കാണാം, പിതാവായ ദൈവം 6 ദിവസം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം എല്ലാം നല്ലതാണെന്നും അനുഗ്രഹമാണെന്നും കണ്ടതിന് ശേഷം അടുത്ത ദിവസം വിശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ 6 ദിവസം എല്ലാ തിരക്കും എല്ലാം മാറ്റി ഒരു ദിവസം ദൈവത്തോടൊപ്പം ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ ദിവസം അനുഗ്രഹമായി തീരും എന്ന് മാത്രമല്ല, ആ ദിവസം എല്ലാ കൃപകളും ദൈവമക്കൾക്ക് വേണ്ടി ദൈവം നൽകും. അപ്പോൾ ആദ്യത്തെ കാര്യം, കർത്താവായ യേശു മിശിഹ ഞായറാഴ്ച ദിവസം സാബത്ത് ദിവസം പ്രാധാന്യം നൽകിയതുപോലെ ഓരോ വിശ്വാസി ഞായറാഴ്ച ദിവസം പ്രാധാന്യം നൽകണം. എന്ന് വെച്ചാൽ നമ്മൾ ഞായറാഴ്ച ക്രിസ്ത്യാനികളായി മാറണം എന്നല്ല. ഓരോ ദിവസം ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ചാൽ അത്ര ദിവസം അത്രമേൽ അനുഗ്രഹം നമ്മുടെ മേൽ കടന്നു വരും. അടുത്തതായിട്ട്, കർത്താവായ യേശു മിശിഹ തന്നെ ജീവൻ്റെ വചനമായ വേദപുസ്തകം ഏശയ്യായുടെ ഗ്രന്ഥം വായിച്ചു. ഓരോ ക്രിസ്ത്യാനിയും ഈ വേദപുസ്തകം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വേദപുസ്തകത്തിൽ എഴുതിയ എല്ലാ കാര്യം അതേപടി അനുസരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ ഭാഗമാക്കിക്കൊണ്ട് ജീവിച്ചു വേണം തുടങ്ങാൻ വേണ്ടി. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ജീവൻ്റെ പുസ്തകം നമ്മുടെ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഒരു സമയത്ത് ജീവൻ്റെ പുസ്തകം ലഭിക്കുന്നില്ലായിരുന്നു. ദേവാലയത്തിൽ ഒരെണ്ണമുള്ളത് അത് പൂട്ടി വയ്ക്കുമായിരുന്നു. അതാരും എടുത്തോടെ പോകാതിരിക്കാൻ വേണ്ടി അത് ഒരുപാട് സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ജീവൻ്റെ പുസ്തകം എല്ലാ ഭവനത്തിലും 1, 2, 3 കൊച്ചു പിള്ളേർക്ക് അവരുടേതായ തരത്തിൽ, അല്ലെങ്കിൽ മലയാളം അറിയാത്ത വ്യക്തികൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാ ഭാഷയിലും ഇത് ഇറങ്ങി. പക്ഷെ എന്നാലും ഇത് വായിക്കാനുള്ള സമയം നമുക്കില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഫോൺ നമ്പർ എഴുതി വയ്ക്കാനും, അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ പോകുമ്പം എന്തെങ്കിലും കാർഡെല്ലാം കിട്ടുമ്പോൾ അതെല്ലാം വയ്ക്കാൻ വേണ്ടിയാണ് വേദപുസ്തകം നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രിയമുള്ളവർ, അതൊരു തെറ്റിദ്ധാരണയാണ്. ജീവൻ്റെ പുസ്തകം വായിക്കാൻ വേണ്ടിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ വായിച്ച് തന്നെ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചു ജീവിക്കണം. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധകർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. പ്രിയമുള്ള, ഇതൊരു ക്രിസ്ത്യാനികളുടെ ഒരു ദൗത്യമാണ്. കാരണം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആ ആത്മാവ് എൻ്റെ മേലുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അനുഗ്രഹമായിരിക്കണം. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നന്മയായിരിക്കണം.
ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ദൈവനാമത്തിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തെ എല്ലാം, ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശ്വാസമാണ്. അപ്പോൾ ഞാൻ ജീവിക്കുന്നത് കർത്താവിലാണ്. കർത്താവായ യേശു മിശിഹായിൽ ജീവിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കർത്താവായ യേശു മിശിഹായാണ് എന്നെ വളർത്തിയത്. ഈ കർത്താവിന് വേണ്ടി ജീവിക്കണം. അന്ധകർക്ക് ഞാൻ കാഴ്ച കൊടുക്കണം. വചനത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ട്, വചനം പകർന്നുകൊണ്ട്, ഈ ലോകത്തിൽ പാപത്തിൻ്റെ അന്ധകാരത്തെ ഞാൻ ദൈവത്തിൻ്റെ കാഴ്ച സമർപ്പിച്ചുകൊണ്ട് എല്ലാ വ്യക്തികളെയും ദൈവത്തിലേക്ക് ഞാൻ ചേർക്കണം. അതാണ് എൻ്റെ ദൗത്യം. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ചെയ്യണം. ഞാൻ ചെയ്യുന്നത് എല്ലാ അനുഗ്രഹവും കൃപയായിരിക്കണം. പ്രിയമുള്ളവരെ, ഈ നോയമ്പ് കാലത്ത് നമുക്കിത് തന്നെ ചിന്താ വിഷയമാക്കാം. ഒന്ന്, കൃത്യമായിട്ട് നമ്മൾ എല്ലാ ഞായറാഴ്ച ദേവാലയത്തിൽ പോയി ഈശോടൊപ്പം ആയിരിക്കുക. നിരന്തരമായി എല്ലാ ദിവസവും തന്നെ വേദപുസ്തകം വായിക്കുക. മൂന്നാമത്തത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന ഒരു വിശ്വാസത്താൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കൂടെ നിൽക്കാം. നമുക്ക് മനസ്സിലാകും, തിബേറിയസ് കടൽ തീരത്ത് പോയ ശിഷ്യന്മാർ കർത്താവ് വരുന്ന മുമ്പ് രാത്രി മുഴുവനും കഷ്ടപ്പെട്ടിട്ട് അവർക്ക് ഒരു മത്സ്യവും ലഭിച്ചില്ല. പക്ഷേ കർത്താവ് വന്നു അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഒരുപാട് മത്സ്യം ലഭിച്ചു. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആത്മാവുണ്ട്. എവിടെ പോയാലും ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവത്തോടൊപ്പം ആയിരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ യേശുവിലേക്ക് സമർപ്പിക്കാം. ഈ നോയമ്പ് കാലം കർത്താവായ യേശു മിശിഹായോടൊപ്പം ഒരു കാൽവരി യാത്രയായി നമുക്ക് മാറ്റാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.